ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇതിനകത്ത് പിതാവായ ദൈവം ആദാമിനെ സൃഷ്ടിച്ച ശേഷം, ആദാമും ഹവ്വയും ഒരുമിച്ചായിരുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതിനകത്ത് സൃഷ്ടിച്ച ശേഷം അവരോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ അകത്ത് 28-ാം വാക്യം പറയുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികളുടെ മേലും സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. നമ്മെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ വാഴുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, എന്നെ കർത്താവ് ഈ ലോകത്ത് സൃഷ്ടിച്ചത് ഈ ലോകത്തിൽ ഞാൻ വാഴുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്ത് വാഴുന്നത് എത്ര പേരുണ്ട്? നിങ്ങൾ വാഴുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ കാണുന്ന പ്രപഞ്ചത്തെ, ഈ കാണുന്ന ലോകത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ കഴിയുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. മഴയെ നമുക്ക് നിർത്തുവാൻ കഴിയും, പ്രകൃതിയെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. പ്രശ്നങ്ങളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ കരയുവാനല്ല നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് അധികാരം തന്നാണ് കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ തിരുവചനത്തിനകത്ത്, അതായത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തന്നെ എഴുതിയിരിക്കുന്ന മറ്റൊരു വാക്കാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ, അല്ലെങ്കിൽ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവായ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്നത്. ഈ സൃഷ്ടിപ്പിൻ്റെ അകത്ത് തന്നെ അതിനകത്ത് പറയും, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ. ഇതിനകത്തിരിക്കുന്ന നമ്മളെല്ലാം നോക്കുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും ഓരോ രീതിയിൽ, ഓരോ കളറിൽ, ഞാൻ കുറച്ച് ബ്ലാക്ക് ആണെങ്കിൽ ഇതിനകത്ത് വെളുത്തവരുണ്ട്, കുറച്ചുകൂടെ കളറുള്ളവരുണ്ട്. പലരും പല രൂപത്തിലും പല ഭാവത്തിലും ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ സൃഷ്ടിച്ച ഒരു ഇന്നർ മാൻ നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ആത്മീക മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ മനുഷ്യൻ ദൈവത്തിന് സ്വരൂപനാണ്. ഹല്ലേലൂയ. ഇങ്ങനെ തന്നെ വിശ്വസിക്കണം കേട്ടോ. ബൈബിൾ അതാണ് പറയുന്നത്. സ്വരൂപം എന്ന് പറഞ്ഞാൽ സോ പ്ലസ് രൂപം, സ്വരൂപം. അതായത് കർത്താവിൻ്റെ യഥാർത്ഥ രൂപമാണ് എനിക്കുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ചില വാക്കുകൾ, ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല, എങ്കിലും നിങ്ങളിത് കേൾക്കുക. അടുത്ത നിമിഷങ്ങളിൽ നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലാകും, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാകും. അതേപോലെ സദൃശ്യപ്രകാരം, അതായത് എൻ്റെ സാദൃശ്യത്തിൽ, അതായത് നമ്മൾ ഇരട്ടകളെന്നൊക്കെ പറയുന്നില്ലേ, ഇരട്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ മറ്റേ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാദൃശ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ, അല്ലെങ്കിൽ ആദാം പാപം ചെയ്തത് നിമിത്തം, തൻ്റെ ജീവിതത്തിനകത്ത് പാപം വന്നത് നിമിത്തം ജഡീക മനുഷ്യനായി അവൻ മാറിയെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ആത്മീക മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇന്നും കർത്താവിന് തുല്യനാണ്, അല്ലെങ്കിൽ കർത്താവിന് അനുരൂപനാണ്. തുല്യനെന്ന് പറയുന്നതിനേക്കാൾ അനുരൂപനാണ്, സദൃശ്യനാണ്. ഹല്ലേലൂയ. കർത്താവിന് സദൃശ്യനായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് എന്നുണ്ടാകുന്നു, അന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് വാഴുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ വാഴുമെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഇതിന് മാത്രമല്ല, സ്വർലോകരെ, ഭൂലോകരുടെ, അധോലോകരുടെ മുഴക്കാൽ മടക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അശുദ്ധാത്മാക്കളുടെ മുന്നേ വരെ നിങ്ങൾ വാഴും. ഹല്ലേലൂയ. പിശാചുകൾ നിങ്ങളുടെ മുന്നേ മുഴങ്കാൽ മടക്കും. രോഗികൾ രോഗാത്മാക്കൾ നിങ്ങളുടെ മുന്നിൽ മുഴങ്കാൽ മടക്കും. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ചെയ്യുന്നവരായി തീരും. അത് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. ഈ 4 ദിവസം കൊണ്ട് അത് സംഭവിച്ചിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ ഇത് പഠിച്ചിട്ട് പോയിട്ട് നിങ്ങൾ ഭവനത്തിൽ ചെന്ന് കിടന്ന് ഉറങ്ങരുത്. ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് നിർത്തിയൊക്കെ പഠിപ്പിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഭവനത്തിൽ ചെന്നിരുന്ന് ഇതിനെ ധ്യാനിക്കണം, പഠിക്കണം, വായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഉൽപ്പത്തിയിൽ നമ്മെ സൃഷ്ടിച്ചു. അതേപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിനകത്ത് ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഈ ശൂന്യവും പാഴുമായിരുന്ന ഭൂമിയെ കർത്താവ് ഒരു രാജകീയ മനുഷ്യന് ജീവിക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ഒരു രാജാവിന് ജീവിക്കേണ്ട രീതിയിൽ എല്ലാം ഒരുക്കിയിട്ട ശേഷമാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും
ഞങ്ങൾ ഇന്നും പാപികളാണെന്നും ഞങ്ങൾ കഷ്ടമുള്ളവരാണെന്നും ഞങ്ങൾ പ്രയാസമുള്ളവരാണെന്നും ഞങ്ങൾക്കൊരു വിലയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിവില്ല എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. ഒരു ആദാമിനും ഹവ്വയ്ക്കും വേണ്ടി ദൈവം ഇന്ന് കാണുന്ന ഈ ഭൂമി മുഴുവനും, അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ സസ്യജാലങ്ങളെയും പക്ഷിമൃഗാദികളെയും സമുദ്രത്തെയും മറ്റുള്ള എല്ലാം സൃഷ്ടിച്ച ശേഷം, അതിനകത്ത് സ്വർണ്ണമുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണണം. ആ ഉൽപ്പത്തി പുസ്തകം 1-2 എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. അതിനകത്ത് ഇതെല്ലാം സൃഷ്ടിച്ച ശേഷം അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് സദൃശനും സ്വരൂപക്കാരനുമായതുകൊണ്ട് ദൈവം റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ ഈ ലോകത്തിൽ വന്ന് സ്വർഗീയമായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൂമി ശൂന്യവും പാഴുമാകുന്നതിന് മുന്നേ ഈ ഭൂമി യഥാർത്ഥത്തിൽ സാത്താൻ്റെ അധീനതയിലായിരുന്നു. സാത്താനെ വെട്ടിയിട്ട സമയത്ത് സാത്താനെ താമസിക്കുവാൻ വേണ്ടി ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു ഗ്രഹം വേണം, അതായിരുന്നു ഈ ഭൂമി. ആ ഭൂമിയിലും ഈ ഭൂമിയിലും അവൻ കർത്താവ് ആഗ്രഹിക്കാത്ത രീതിയിൽ അവൻ്റെ ഉയർച്ച മാത്രം ആഗ്രഹിച്ചപ്പോൾ ഇതിനെ ഭൂമിയെ നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ്. അങ്ങനെ ശൂന്യവും പാഴുമായിരുന്ന ഭൂമിയുടെ അകത്ത് ദൈവ മകനായി ആദാമിനെ സൃഷ്ടിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിനകത്തേക്ക് പോകുകയാണെങ്കിൽ അതിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വംശാവലി എഴുതിയതിനു ശേഷം ഏറ്റവും അവസാന ഭാഗത്തിൽ വരുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ആദാം ദൈവത്തിൻ്റെ മകൻ. ആരാണ് ആദാം? ദൈവത്തിൻ്റെ മകൻ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ മകനാണ്, നിങ്ങളും ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണെന്ന് കർത്താവ് തെളിയിക്കും. ഇതിൽ മകൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല, എല്ലാവരും മക്കളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് അതിനുവേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവാത്മാവ് പ്രേരണയാൽ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളെ ദൈവം ദൈവത്തിൻ്റെ മകനായി മകളായി സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മളെ പുത്രന്മാരായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. എല്ലാം പഠിപ്പിക്കുവാൻ, എല്ലാം കയറി പോകുവാൻ കഴിയുമെങ്കിൽ ദൈവം അനുവദിക്കട്ടെ, നമുക്കങ്ങനെ കയറിപ്പോകാം. അപ്പോൾ നമ്മൾ ഈ ഭൂമിയുടെ അകത്ത് വന്നത് വാഴുവാനാണെന്ന് പറഞ്ഞു. ഈ ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യണം? വാഴണം. ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ്, ഈ ഭൂമിയിൽ നാം വാഴണം. ഹല്ലേലൂയ. 2, ശത്രുവിൻ്റെ മുന്നേ നാം ദൈവത്തിൻ്റെ മകനും മകളും ആകണം. ഈ ലോകത്തിൻ്റെ മുന്നേ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ ഭവനത്തിലുള്ള അമ്മായിയോ അമ്മാവനോ ബന്ധുവോ ചാർച്ചക്കാരനോ അപ്പുറത്ത് എന്താ പറയുക, നിങ്ങളെ അതിരുമാന്തുന്നവൻ്റെ മുന്നേ അല്ല, അതല്ല ശത്രു. നിങ്ങളുടെ മുന്നേ ഒരു ശത്രുവുണ്ട്, സാത്താൻ എന്ന ശത്രുവുണ്ട്. ആ ശത്രുവിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിൻ്റെ മകനും മകളും ആകണം. 3, ദൈവവുമായൊരു കൂട്ടായ്മ വേണം. ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ്? ഇത് നമ്മുടെ പർപ്പസാണ് കേട്ടോ. നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് പഠിപ്പിക്കുന്നത്. ദൈവവുമായി ഒരു കൂട്ടായ്മ വേണം. വൈകുന്നേര സമയമാകുമ്പോൾ ദൈവം ഏദൻ തോട്ടത്തിനകത്ത് ഇറങ്ങി വരിക പതിവായിരുന്നു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ആദാവുമായി അല്ലെങ്കിൽ ഹവ്വയുമായി ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ വൈകുന്നേരം പ്രെയർ വയ്ക്കണമെന്ന് പറയുന്നതിന് കാരണം വൈകുന്നേര സമയത്ത് അതൊരു കൂട്ടായ്മയാണ്, ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. നമ്മുടെ വീടുകളിൽ അത് ഉണ്ടാകട്ടെ. അടുത്തത്, ദൈവം പറയുന്നത് അനുസരിക്കണം. നമ്മുടെ പർപ്പസാണ് ഈ ഭൂമിയിൽ നാം വാഴണം. ശത്രുവിൻ്റെ മുന്നേ നാം ദൈവത്തിൻ്റെ മകനും മകളും ആകണം. ദൈവവുമായി കൂട്ടായ്മ വേണം. അതിൻ്റെ അടുത്തത്, ദൈവം പറയുന്നത് അനുസരിക്കണം. ആദാമിന് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ ഹവ്വയ്ക്ക് പറ്റിയ തെറ്റ്, ദൈവം പറഞ്ഞത് എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. ഹല്ലേലൂയ. സാത്താൻ പറഞ്ഞത്, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് പറഞ്ഞത്, മനുഷ്യ ബുദ്ധി പറയുന്നതോ സാത്താൻ പറയുന്നത് അനുസരിക്കരുത്, ദൈവം പറയുന്നത് അനുസരിക്കണം. ഇതിനു വേണ്ടിയാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ബിജു എന്ന് പറയുന്ന എന്നെയും ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണ്. എന്നാൽ ആ ഉദ്ദേശം ശത്രുവായ സാത്താൻ പറയുന്നത് കേട്ട് നശിച്ചു പോയി. എങ്കിലും പിതാവ് തൻ്റെ പ്ലാൻ മാറ്റിയില്ല. ഹല്ലേലൂയ. ആ ഉദ്ദേശം നശിച്ചു പോയി. ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. സ്വർഗീയ പൗരനായിരുന്ന, സ്വർഗീയത്തിൽ വാഴേണ്ട തൻ്റെ മകനെ കർത്താവ് പുറത്താക്കി. ഹല്ലേലൂയ. എങ്കിലും ആ പ്ലാൻ മാറ്റാതെ അടുത്തൊരു തലത്തിലേക്ക്, അതായത് സ്വന്തം പുത്രനിലൂടെ, പുതിയ നിയമത്തിൽ തൻ്റെ പുത്രനിലൂടെ വീണ്ടും താൻ തൻ്റെ പ്ലാൻ നിറവേറ്റുകയാണ്. സാദൃശ്യം നഷ്ടപ്പെട്ട, അധികാരം നഷ്ടപ്പെട്ട, പുത്രത്വം നഷ്ടപ്പെട്ട നമ്മെ യേശുക്രിസ്തു എന്ന പരമോന്നതനിലൂടെ, തൻ്റെ യാഗത്തിലൂടെ വീണ്ടും എന്ത് ചെയ്തു? അതേ പ്ലാനിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത്, നമ്മൾ പുത്രന്മാരാണെങ്കിലോ സർവ്വത്തിലും അവകാശികളാകുന്നു. ഉറച്ചു പറ, നമ്മൾ പുത്രന്മാരാണ്, സർവ്വത്തിലും അവകാശികളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
യാഗത്തിലൂടെ അതിലേക്ക് പ്രവേശിപ്പിച്ച് നമ്മുടെ മേൽ വന്ന ശാപങ്ങളെ മാറ്റി, പാപങ്ങളെ മാറ്റി തൻ്റെ തിരുശരീരമാകുന്ന സഭയിലാക്കി വെച്ചു. നമ്മെ ഇന്ന് അവിടെയാണ് ആക്കി വെച്ചിരിക്കുന്നത്, ഒരു സഭയിൽ. നിങ്ങളെ ഇതിനകത്തായിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ സഭയിൽ മാത്രമുള്ളവരല്ല, പല ലോക്കൽ ചർച്ചുകളിൽ നിങ്ങളെ ആക്കി വെച്ചു. ഈ ലോക്കൽ ചർച്ച് എന്ന് പറയുന്ന സംഭവം പലരും പല ദൈവദാസന്മാരുടെ കീഴിൽ നിൽക്കുന്നവരാണ്. ഈ ലോക്കൽ ചർച്ച് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുശരീരത്തിലാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ക്രിസ്തുവിലാണ്, ഇൻ ക്രൈസ്റ്റ്. അതായത് നിങ്ങൾ ഇന്ന് എവിടെയാണ്? ക്രിസ്തുവിലാണ്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ ഇന്ന് അധികാരികളാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പവറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഈ ലോകത്തിലെ അധോലോക മണ്ഡലം ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളും നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങിയേ പറ്റൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചോദിക്കും, പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മുന്നേ എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒന്നേ നിനക്ക് ഈ തിരിച്ചറിവില്ല എന്ന് ശത്രുവിനറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുക, കർത്താവ് തരാത്ത, ഇത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക, കർത്താവ് തരാത്ത ഒരു കൃപാവരവും ഓപ്പറേറ്റ് ചെയ്യരുത്. കർത്താവ് തരാത്ത ഒരു ശുശ്രൂഷയും ഓപ്പറേറ്റ് ചെയ്യരുത്. നിങ്ങൾ ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും നഷ്ടമൊന്നുമില്ല, വിശ്വാസി അല്ലെങ്കിൽ ഒരു ശിഷ്യനായി തുടരാം. നിങ്ങളൊരു കൃപാവരം ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കൃപാവരങ്ങൾ എല്ലാവർക്കും വേണം, എല്ലാവരുടെ മേലുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കർത്താവ് തരാത്തത് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ അത് ശത്രുവിൻ്റെ മുന്നേ നിങ്ങൾ നിന്നാപാത്രമാക്കുവാൻ, ലോകത്തിൻ്റെ മുന്നേ നിന്നാപാത്രമാക്കുവാൻ ശത്രു ഉപയോഗിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ഈ സഭയ്ക്കകത്താക്കി വെച്ചതിന് ശേഷം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ചിലരെ എന്ത് ചെയ്തു കർത്താവ്? അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ സുവിശേഷകന്മാരാക്കി, ചിലരെ ഇടയന്മാരാക്കി, ചിലരെ ഉപദേഷ്ടാക്കന്മാരാക്കി. 5-fold മിനിസ്ട്രി ശുശ്രൂഷയുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് 5 വിധ ശുശ്രൂഷ കർത്താവ് പറഞ്ഞിരിക്കുന്നു: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാക്കന്മാർ. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു അപ്പൻ്റെ അമ്മയുടെ മകനായി ഞാൻ ജനിച്ചു, 43 വയസ്സ് വരെ ജീവിച്ചു, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ജോലിയൊക്കെ ചെയ്ത് കുറേ സമ്പാദ്യമുണ്ടാക്കി ഭാര്യയും കുഞ്ഞിനെയൊക്കെ നോക്കി മരിച്ചു പോകുന്നതിന് പകരം കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള 1-2 ശുശ്രൂഷ അല്ലെങ്കിൽ 5 വിധ ശുശ്രൂഷയും എൻ്റെ മേൽ പകർന്നാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണമെന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ലോകത്ത് ഒരു മനുഷ്യനെ ആക്കി വെച്ചിരിക്കുന്നത് ആ മനുഷ്യകുലത്തെ പൂർണ്ണമായും, അതായത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തലയിൽ തൊട്ടിട്ട് തന്നെ പറ, എന്നെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ ക്രിസ്തുയേശുവിൻ്റെ ശിഷ്യന്മാരായി മാറ്റുവാനാണ്. ഹല്ലേലൂയ. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെ കുടുംബം നോക്കുന്നതിലുപരി, കുടുംബത്തേക്ക് നോക്കണം, കുടുംബം നോക്കണം, സഭ നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം, അതിലുപരിയായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനാണ്. ഇതാണ് നിങ്ങളുടെ പർപ്പസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിങ്ങനെ വിവരിച്ച് ഇനി ഒരുപാട് വിവരിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് വിടുകയാണ്. അതായത് നിങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേലൊരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ പ്രകാരം അല്ലെങ്കിൽ ആ കൃപാവര പ്രകാരം നിങ്ങൾ മുന്നോട്ട് ജീവിക്കേണ്ടതൊക്കെ നിങ്ങളുടെ ആവശ്യകതയാണ്. ഈ ആവശ്യകത മുന്നിൽ കണ്ടു വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. കർത്താവ് നിങ്ങൾക്ക് തരുന്നത് എന്തായാലും, അതൊരു ചെറിയ കാര്യമായാലും ഒരിക്കലും അത് കുഴിച്ചിടരുത്. നിങ്ങളതിനെ വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളതിനെ വർദ്ധിപ്പിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും ആരാധനയാലും നിങ്ങളെ കർത്താവ് നിർത്തിയിരിക്കുന്ന അഭിഷിക്തനോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങൾ അതിൽ വർദ്ധിച്ചു വരിക.